ഹായ് ഗായ്സ്, ഞാനാണെങ്കിൽ നമ്മുടെ പഴയ വീട് പൊളിച്ചിട്ട സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇച്ചിരി വലിയൊരു സാധനം കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സിലായില്ല. ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ കണ്ട സാധനം. ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വല്ല തടിയുടെ പീസ് വല്ലതും ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ തടിയുടെ പീസൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ അത് പോയി അടുത്ത് ചെന്നും അതൊന്ന് പൊക്കി നോക്കി. അന്നേരമാണ് എനിക്ക് ചെറിയൊരു സംശയം. ഇവിടെ ഒരു ഹോളുണ്ട്, പക്ഷേ തടി കിടന്ന് പഴകി ഹോളായതാണ്. രണ്ട് സൈഡിൽ ഹോളാവണ്ടേ, ഈ സൈഡില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് ഇനി ഒരു ഒരലാണെങ്കിലോ, പണ്ട് കാലത്തൊക്കെ ഇടിക്കാൻ യൂസ് ചെയ്തിരുന്നത്. അതെ ഗൈസ്, അതൊരു ഒരലാണ്. ഞാൻ അതെടുത്ത് നൂത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് പണ്ടൊക്കെ അരി ഇടിക്കാനും കുത്താനും ഒക്കെ യൂസ് ചെയ്യുന്നൊരു ഒരലാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ണിപ്പെടാനായിട്ടൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് കണ്ടേ, ഇവിടെ ഒരു കാപ്പി മരം നിൽപ്പുണ്ട്. കാപ്പി മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും കൂടുതൽ കാപ്പി തൈകൾ അല്ലെ കാപ്പി ചെടിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് കാപ്പി മരമാണ്. കാപ്പിക്കുരു നിൽക്കുന്നതാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഈ കാപ്പി മരം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നാരും കാപ്പിക്കുരു പറിക്കുന്നതായിട്ടോ അല്ലെ ഇത് പറിച്ച് ഉണക്കി കാപ്പിപ്പൊടി ആക്കുന്നതായിട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെ ഓർക്കുന്നില്ല. അപ്പം ഞാൻ ഈ വട്ടം ഇത് കാപ്പി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഈ വട്ടം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. കുറച്ച് കാപ്പിക്കുരു പറക്കി ഉണക്കി കാപ്പിപ്പൊടിയാക്കാം. അപ്പം അപ്പോൾ എനിക്കിതിൻ്റെ പ്രോസസ്സൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കയറി നോക്കി. അപ്പോൾ യൂട്യൂബിലെല്ലാം ഉള്ളത് ഇങ്ങനെ കാപ്പി തൈകളാണ്. അപ്പോൾ അത് അവർ കാപ്പി നന്നായിട്ട് പഴുക്കണം. പഴുത്ത് കഴിയുമ്പോൾ അത് അവർ പറിച്ച് അത് വെയിലത്ത് 5-6 ദിവസം ഇട്ട് ഉണക്കി, എന്നിട്ട് ആ ഉണക്കിയത് പൊടിക്കും. പൊടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തുനിന്നാണ് കാപ്പിക്കുരു എടുക്കുന്നത്. ആ കുരു വീണ്ടും ചീൻചട്ടിയിലിട്ട് വറുത്ത് അത് പൊടിച്ചാണ് കാപ്പി പൊടിയാക്കുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ട് കാപ്പി വല്ലതും പഴുത്ത് നിൽപ്പുണ്ടാവുമെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഇതുവഴി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം എനിക്ക് 2-3 കാപ്പി, ഈ പഴുത്ത കാപ്പി 2-3 കിട്ടി. അപ്പോൾ വേറെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് എനിക്ക് ഈ ഒരൽ കിട്ടിയത്. അപ്പോൾ ഇതിനി വൃത്തിയാവോ, അല്ലെങ്കിൽ ഇത് ഇനി വീണ്ടും യൂസ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരലൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരലിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും കിട്ടിയതിൻ്റെ ഒരു കൗതുകത്തിൽ നമ്മളിത് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ പരിപാടിയിലോട്ട് പോകും. ആണ് എനിക്ക് കിട്ടിയ കുറച്ച് കാപ്പിക്കുരു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കാൻ മറന്നുപോയി. കുറച്ച് കിട്ടി, ബാക്കിയെല്ലാം പച്ചയാണ്. മേളിൽ നിൽക്കുന്നതും പച്ചയാണ്, പക്ഷേ ഇത് പൊഴിഞ്ഞു വീണതാണ്. ഞാനൊന്നും പറിച്ചൊന്നുമില്ല, പഴുത്ത് വീണിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് നമ്മൾ തട്ടി തോളെ കയറ്റിയിട്ടുണ്ട്. ഇത് കാണുന്ന പോലല്ല, നല്ല ഭാരമാണ്. പഴയതാണേലും ഭയങ്കര കനം. ഇനി ഇവിടുന്ന് ഇച്ചിരി വീട്ടിലോട്ട് കയറാനുണ്ട്. എന്തായാലും ഇനിയിപ്പം കാപ്പി നമ്മൾ പൊടിച്ചില്ലെങ്കിലും ഇത് നമ്മളെന്തെങ്കിലും ഒന്ന് ആക്കിയെടുക്കും. അപ്പം ബാക്കി വീട്ടിൽ പോയിട്ട് അങ്ങനെ ഏറെ പണിവിട്ട് നമ്മൾ ഒരൽ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ആണ്ടെ മുറ്റത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെന്തോ ചെയ്യണോ അറിയത്തില്ല. എന്തായാലും നമ്മൾ ഇത് പരമാവധി വൃത്തിയാക്കി എടുക്കും. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മൾ ചെറിയൊരു പിച്ചാത്തി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് മണ്ണും ചെളിയും ചെതലൊക്കെ ഉണ്ട്. ഇത് വെച്ച് ചുരണ്ടി കളയാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചുരണ്ടി കളയും. അതിൽ നിന്ന് ഇളകി പോകുന്നതെല്ലാം ഇളകി പോയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അതേപോലെ തന്നെ സൂക്ഷിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും കുറച്ച് പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും നാൾ മണ്ണിൽ കിടന്നുകൊണ്ട് തന്നെ കുറേ ഭാഗത്ത് ചെതലെടുത്ത് വന്നിട്ടുണ്ട്. കുറേ ഭാഗം ദ്രവിച്ചു പോയി. അപ്പോൾ ദ്രവിച്ചു പോയ ഭാഗങ്ങൾ കുഴപ്പമില്ല, ഇങ്ങനെ ഇത് വെച്ച് ചുരണ്ടി കളയാന്നേ ഉള്ളൂ. ചെതലെടുത്ത് പോയ ഭാഗം അങ്ങ് പോയി, പക്ഷെ പോകാത്തത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ കട്ടിയുള്ള എന്തെങ്കിലും വേണം. എന്തായാലും പരമാവധി നമുക്ക് പിച്ചാത്തി വെച്ച് മണ്ണൊക്കെ ചുരണ്ടി കളയാം. കുറേ നേരത്തെ ചുരണ്ടലിന് ശേഷം നമ്മൾ ഒരു ഭാഗം ഏകദേശം മണ്ണൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടെ ഒരു പൊട്ടലുണ്ട്. പക്ഷേ ഈ പൊട്ടൽ അധികം അകത്തോട്ട് കയറിയിട്ടില്ല, പുറത്തുള്ള പൊട്ടലേ ഉള്ളൂ. ചാത്തി വെച്ച് നമ്മൾ പറ്റുന്നതൊക്കെ കുറേ ചുരണ്ടി കളയാൻ നോക്കി. പിന്നെ നമ്മൾ പയ്യെ കൊടുവാളിലോട്ട് മാറി. ഇത് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞിറക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പണി ഏകദേശം ഒരു 1/4 ഭാഗമായി കാണും. അപ്പോഴത്തേനും നന്നായിട്ട് ക്ഷീണിച്ച്. കാരണം ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. കാരണം ഇത് ആദ്യം നമ്മൾ ചെറിയ പിച്ചാത്തി നോക്കി പറ്റിയില്ല, പിന്നെ കമ്പിപ്പാരയ്ക്ക് കുത്തി, പിന്നെ കൊടുവാൾ വെച്ച് പയ്യെ ചെത്തി ഇറക്കാൻ നോക്കി, എന്നിട്ടും നടന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ തടിയുടെ ഒരലായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, പക്ഷേ കണ്ടാൽ മനസ്സിലാവും. അപ്പം ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ചെത്തി വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ഫുള്ള് ചെതലെടുത്തിരിക്കുക. ചെതലെടുത്ത് അകത്തോട്ടൊക്കെ പൊള്ളയാണ്.
അപ്പോൾ ഈ ഭാഗം നമ്മൾ പൊളിച്ചങ്ങ് അകത്ത് കയറി. അപ്പോൾ ഇപ്പോൾ ഒരലിന് 2 കുഴിയായി, ഇവിടെ ഇപ്പുറത്ത്. അപ്പോൾ ഇനി ഇവിടെയും തുറന്നാൽ ഇവിടെയും കൂടെ ഒരു കുഴിയാവും. പക്ഷെ നല്ല കട്ടിയുണ്ട്. ഇതിനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇതേപോലെ തന്നെ ഒന്ന് തൂത്ത് തുടച്ചെടുത്ത് ഏതെങ്കിലും ഒരു മൂലക്കങ്ങ് വെക്കാമെന്നാണ്. അങ്ങനെ പരിപാടി നിർത്താമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിങ്ങനെ ചരിച്ചിട്ടിട്ട് CV എടുക്കാനുള്ള ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ കൊള്ളാം, കുറച്ചുകൂടെയൊക്കെ എന്ന് വെച്ചാൽ പുറത്ത് സോഫ്റ്റായിട്ടിരുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് CV എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരുവിധം കൊടുവാളൊക്കെ വെച്ച് ചീവി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൈയും തണ്ട ഇതിൻ്റെ സെയിം കളറായി. പിന്നെ ഏകദേശം പുറം ഭാഗം ഫുള്ള് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അകത്ത് പണി കിട്ടിപ്പോയി. അകത്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടാണ് ശരിക്കുള്ള ഹോള്, ഒരലിൻ്റെ ഹോള്. പക്ഷെ ഇവിടെ ചെതലെടുത്തിരിക്കുന്ന ആയതുകൊണ്ട് ഈ ഭാഗം കൂടെ അങ്ങ് പൊളിഞ്ഞു പോയി. ഇപ്പോൾ 2 ഹോളായി. എന്തായാലും നമ്മളിത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇത് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അവസാനമായിട്ട് വെള്ളമൊഴിച്ചൊന്ന് കഴുകി എടുക്കുവാണ്. ഇതിൽ നിന്ന് ഇളകിയതാണ് ഈ കറുത്ത കളർ ഇവിടെ കിടക്കുന്നതൊക്കെ. ഒരകല്ല് ഏകദേശം ഒരു മെനയായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കാണാൻ ഇതേപോലെയാണ് ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴുകി വെച്ചേക്കും, അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളറ്. ഇത് ഉണങ്ങുമ്പം തടിയുടെ കളറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നതായിരിക്കും.